ഡിയർ ഫ്രണ്ട്സ്, EVSലെ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന സെക്കൻഡ് യൂണിറ്റിലെ നോട്ട്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. തേജസിൻ്റെ സ്കൂളിലെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ്റെ ചിത്രത്തോടു കൂടിയാണ് രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങുന്നത്. അതിനുശേഷം പേജ് 28 ഫോറിൻ റൂളേഴ്സ് എങ്ങനെയാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത് എന്ന ഈ പിക്ചർ കാർഡ് കുട്ടികൾക്ക് വിവരിച്ചു കൊടുക്കുക. മുകളിൽ തന്ന പിക്ചർ കാർഡുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, വൈ ഡിഡ് ഫോറിനേഴ്സ് കം ടു ഇന്ത്യ? എന്തിനാണ് വിദേശികൾ ഇന്ത്യയിലേക്ക് വന്നത്? ദ ആൻസർ ഈസ് ഫോർ ട്രേഡ്, ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ്. തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ വാങ്ങാനും കച്ചവടത്തിനുമാണ് വിദേശികൾ ഇന്ത്യയിലേക്ക് വന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ദേ എസ്റ്റാബ്ലിഷ് ഈസിലി പവർ ഇൻ ഇന്ത്യ? വിദേശികൾ എങ്ങനെയാണ് ഇന്ത്യയിൽ എളുപ്പത്തിൽ ആധിപത്യം സ്ഥാപിച്ചത്? ആൻസർ, ദേ ഗോട്ട് സ്പെഷ്യൽ പ്രിവിലേജസ് ഫ്രം ദ കിങ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ടറീസ് ഹിയർ. ഇന്ത്യയിലെ രാജാക്കന്മാരുടെ പ്രത്യേക പരിഗണനയോടെ അവർ ഫാക്ടറികൾ നിർമ്മിച്ചു. തേർഡ് ക്വസ്റ്റ്യൻ, വൈ വേർ ഇന്ത്യൻസ് അണേബിൾ ടു ഹോൾഡ് ദെയർ ഓൺ ഇൻ ദ സ്ട്രഗിൾസ്? ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട്? ആൻസർ, ബ്രിട്ടീഷ് ഹാഡ് അഡ്വാൻസ്ഡ് വാർ ടാക്ടിക്സ് ആൻഡ് വെപ്പൺസ്. ബ്രിട്ടീഷുകാർക്ക് നൂതന യുദ്ധതന്ത്രങ്ങളും ആയുധങ്ങളും ഉണ്ടായിരുന്നു. സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇന്ത്യക്കാരുടെ പോരാട്ടങ്ങളുടെ ചെറിയൊരു വിവരണം നൽകാം. അതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ഫ്രീഡം സ്ട്രഗിൾ? എന്താണ് സ്വാതന്ത്ര്യ സമരങ്ങൾ എന്ന് പറയുന്നത്? ദ ഇന്ത്യൻസ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഈസ് കോൾഡ് ഫ്രീഡം സ്ട്രഗിൾസ്. ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യക്കാരുടെ പ്രതിഷേധത്തെ സ്വാതന്ത്ര്യ സമരങ്ങൾ എന്ന് വിളിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, ക്യാൻ യു സേ നെയിംസ് ഓഫ് സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചില പ്രധാന സംഭവങ്ങൾ പറയാമോ? സത്യാഗ്രഹ മൂവ്മെൻറ്റ്സ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്സ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്സ്, ദെൻ ജാലിയൻ വാലാബാഗ് സാക്കർ. താങ്ക് യു.